ഈ മുട്ടക്കറിക്ക് ഈ പാത്രം വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇടുക. ഇത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ജീരകം സാധാരണ മുട്ടക്കറിയിൽ നമ്മൾ ചേർക്കാറില്ല കേട്ടോ, ഒരു നല്ല സ്വാദുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാള ചേർക്കുക. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 സവാള ഉണ്ടായിരുന്നു. സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. സവാള കൂടുതൽ ചേർത്താൽ ഗ്രേവി കുറച്ചും കൂടെ അധികം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് നോക്കിക്കോളൂ കേട്ടോ, ഇടുന്നത് ശ്രദ്ധിക്കണം. അവസാനമാകുമ്പോൾ ഇട്ടത് ഓർമ്മ വേണം എത്ര ഇട്ടുമെന്ന്. പിന്നെ അത് നന്നായി മൂത്ത് വന്നപ്പോൾ പൊടികളായിട്ട് നമ്മൾ വെറും മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അത് നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കുക. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഈ തക്കാളി നന്നായിട്ട് ഉടയട്ടെ കേട്ടോ. ഇത് ഇത്തിരി പഴുക്കാത്ത തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് ഉടയാൻ ഇത്തിരി പാട്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ വേഗം ഉടഞ്ഞു കിട്ടും കേട്ടോ. കുറച്ചും കൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇതൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. പുളി കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ അധികം തക്കാളി എടുക്കണ്ട. നന്നായിട്ട് ഉടഞ്ഞു വന്നാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടയട്ടെ, സിമ്മിലിട്ട് വെച്ചാൽ മതി. കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വറ്റട്ടെ. പിന്നെ നമ്മൾ ഒരു അരപ്പാണ് ചേർത്തത്. കുറച്ച് നാളികേരവും പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും ചേർത്ത് അരച്ച പേസ്റ്റാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ലൂസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ കറി ചോറിലേക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും എടുക്കാം. ഇവിടെ ഇപ്പോൾ പൂരിക്കാണ് ഈ കറി ഉണ്ടാക്കിയത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർക്കുക. മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർക്കുക. ഇത്രയൊക്കെ ഉള്ള പണി. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. ഇത് നല്ല സ്വാദുണ്ട് കേട്ടോ. അരപ്പ് ചേർത്തപ്പോഴാണ് കൂടുതൽ സ്വാദായത്. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ നല്ല ജീരകം ചേർത്തിട്ടുള്ള മുട്ടക്കറി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നന്നായിട്ടുണ്ട് മുട്ടക്കറി. അപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാം? അപ്പം, ചോറ്, പുട്ട്, എന്താ പറയുക, പൂരി, എല്ലാത്തിനും കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.